മുല്ലപ്പെരിയാറിന്റെ ആശങ്ക അകറ്റും എന്നൊരു വാക്ക് ഒരു മുന്നണിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചർച്ച ചെയ്യുകയുണ്ടായി. ആ മണ്ഡലങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ല. അണക്കെട്ട് ഒരിക്കൽ ഒലിച്ചു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. 1979 അച്യുതമേനോൻ ഗവൺമെന്റ് ആവശ്യമില്ലാതെ കുത്തിപ്പൊക്കി പുതുക്കിയതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം. 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് 14 മാസം കഴിഞ്ഞാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഉണ്ടാകുന്നത്. ബെമ്പകൻ രാമയ്യങ്കാർ എന്ന് പറയുന്ന ഈ ദിവാൻ മുല്ലപ്പെരിയാർ കരാർ സംബന്ധിച്ച് കരട് തയ്യാറാക്കിയായിരിക്കും. എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു രാജാവ് മരിച്ചിട്ട് 16 അടിയന്തരം പോലും കഴിഞ്ഞിട്ടില്ല. മദ്രാസുകാരനായ ദിവാൻ തിരുവിതാംകൂറിൽ വരുന്നു. അയാൾ 5 വർഷം കൊണ്ട് ഈ കരാർ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ സാധൂകരിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തി അയാളുടെ യുക്തിക്കനുസരിച്ച് അത് തയ്യാറാക്കുന്നു. അയാൾ തയ്യാറാക്കുന്നതിന് കാലഘട്ടത്തിനിടയ്ക്ക് ഒരു രാജാവ് മരണപ്പെടുന്നു. 2 മാസം കഴിഞ്ഞ് ദിവാൻ പദവി രാജിവെച്ച് മടങ്ങിപ്പോകും. ഇത്രയും ഒരു ദുരൂഹത അതിനകത്ത് കടന്നു കൂടിയെടുത്ത് ഇന്ന് ഇതിന്റെ ഈ ദുരന്തം അനുഭവിക്കുന്ന മലയാളികൾക്ക് എന്ത് പഴച്ചു. രാജാവിന്റെ മരണം പോലും സംശയാസ്പദമാണ്. അദ്ദേഹത്തെ നിയമിക്കുന്ന 1882 അതായത് 86 കരാറ്. അവിടെയാണ് നമ്മൾ ഇതെല്ലാം ചിന്തിക്കേണ്ടത്. ഏതൊരു മഴക്കാലത്തും മലയാളിക്ക് ഭീതി ഉണർത്തുന്ന ഒരു വാക്കും വിഷയവുമാണ് മുല്ലപ്പെരിയാർ ഡാം, മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ സോമനാഥൻ സാറാണ്. നമസ്കാരം. ഇപ്പോ എല്ലാ മഴക്കാലത്തും വീണ്ടും ചർച്ചയാവുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് 1886 കരാറൊപ്പിടുന്നു. അതിനുശേഷം ഇത്രയധികം വർഷങ്ങളാകുന്നു. ഇപ്പോഴത്തെ ശരിക്കുമുള്ള മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ അണക്കെട്ടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 വർഷം പിന്നിട്ട ഒരു നിർമ്മിതി. അതില് താങ്ങാനാവുന്നതിനേക്കാളേറെ ജലം സംഭരിച്ചു നിർത്തി ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാവുന്നതാണ് ഇതിൻ്റെ ജലസംഭരണം. ഇത്രയും വർഷം പഴകിയത് കൊണ്ടുണ്ടാകുന്ന ഒരു ജലസംഭരണം എന്നത് പല കോണുകളിൽ നിന്ന് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ അവസ്ഥയിൽ ഇനിയും അതിൻ്റെ ഡിസൈൻ ലെവലിലേക്ക് ഇപ്പം 142 അടി ആണ് സംഭരിക്കാൻ അനുവദിച്ചിരിക്കുന്നത്, 145 അടിയാണ് സംഭരിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ഇതിന്റെ ഡിസൈൻ ലെവൽ എന്ന് പറയുന്നത് 152 ആ 152 ഡാം നിർമ്മിച്ച കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു വാട്ടർ ലെവലിലേക്ക് ജലം സംഭരിക്കാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ അത് സംഭരിക്കും എന്നുമുള്ള ഒരു നിലപാടിൽ തമിഴ്നാട് നിൽക്കുന്നു. കേരളം അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു തർക്കത്തിൽ നിൽക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്നൊരു തർക്ക വിഷയമാണ്. അതാണ് മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു തർക്ക വിഷയമാണ്. തർക്കത്തിന് പല കാരണങ്ങളുണ്ട്, പല വശങ്ങളുണ്ട്. അത് ഓരോന്നും പരിശോധിച്ച് പരിഹരിക്കേണ്ട വിഷയങ്ങളുമാണ്. തീർച്ചയായും പരിഹരിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സീസണൽ വിഷയമാണ്. ഇപ്പം പെട്ടെന്നൊരു സീസൺ ആവാനുള്ള കാരണം തമിഴ്നാട് നിയമസഭയിലെ പുതിയ പുതിയ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 152 അടി വരെ ജലനിരപ്പ് ഉയർത്തുമെന്നും പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയില്ലെന്നും അസന്നിഗ്ധമായിട്ട് നയപ്രഖ്യാപനത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മുല്ലപ്പെരിയാർ എന്നൊരു ഓർമ്മ വരുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ, മുല്ലപ്പെരിയാറിന്റെ ഒരു ഗുണഭോക്തൃ മേഖല എന്ന് പറയുന്ന മധുര, തേനി, ദിണ്ടുക്കൽ, രാമനാഥപുരം, ശിവഗംഗ എന്ന് പറയുന്ന ജില്ലകളിൽ അവിടെ 26 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 26 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും, ഭരണത്തിൽ വരാൻ സാധ്യത ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉൾപ്പെടെ എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് മുല്ലപ്പെരിയാർ തന്നെയായിരുന്നു. അതൊരു സബ്ജക്റ്റാണ്. അവർക്കത് മറന്നിട്ടൊരു ദിവസമില്ല. പക്ഷെ അതേ സമയത്ത് കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു വാക്ക് ഇതിൻ്റെ ഈ ഭീഷണിയിൽ കഴിയുന്ന ജനത, ഒരു സോക്കോൾഡ് ഭീഷണി എന്ന് പറയാം. ഇപ്പോൾ ഇടുക്കി, എറണാകുളം പോലുള്ള ജില്ലകളിൽ ഒരു ഭയാശങ്ക എന്നുമുണ്ട്. ആ ജില്ലകളിലെങ്കിലും മുല്ലപ്പെരിയാറിന്റെ ആശങ്ക അകറ്റും എന്നൊരു വാക്ക് ഒരു മുന്നണിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചർച്ച മണ്ഡലങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്കതൊരു സബ്ജക്റ്റ് അല്ല. നമുക്ക് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് കുത്തി ഇളക്കുമ്പോൾ നമ്മുടെ വികാരം അണപൊട്ടുന്ന ഒരു വിഷയമായി മുല്ലപ്പെരിയാർ മാറിയതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ ശരിക്കും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിനൊരു അപകട സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്.
അപകടവുമാണ്, ബാധ്യതയുമാണ്. കേരളത്തിന് ഇതൊരു ബാധ്യതയാണ്, ഒഴിയാബാധയാണിത്. ഇത് ഒരിക്കലും മലയാളികളുടെ മനസ്സറിഞ്ഞുണ്ടായ ഒരു സംഭവമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് മദ്രാസി ഗവൺമെൻറ്റും തിരുവിതാംകൂർ നാട്ടുരാജ്യവും തമ്മിലുണ്ടാക്കിയ ഒരു കരാറ്. അത് നിയമപരമായി കാലഹരണപ്പെട്ട ഒരു കരാറാണ്. ഇതിനോടൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ആ കരാർ 1979 ആവശ്യമില്ലാതെ കുത്തിപ്പൊക്കി പുതുക്കിയതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം. 1979 അച്യുതമേനോൻ ഗവൺമെൻറ് കരാറ് മുൻകാല പ്രാബല്യത്തോടെ, അതായത് കാലാവധി കഴിഞ്ഞുപോയ ആ മുൻകാല പ്രാബല്യം വീണ്ടെടുത്ത് നിലനിർത്തി കൊടുത്തു. അന്നുണ്ടായിരുന്ന ചില അവകാശങ്ങൾ കൂടി ഇല്ലാതാക്കി കുറച്ചുകൂടി അങ്ങ് തീരെഴുതി കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. അറിയാമല്ലോ, എൻ്റെ ചരിത്രം അറിയാമല്ലോ. 8000 ഏക്കർ പാട്ടത്തിന് കൊടുത്തിട്ട് അവിടെ അണക്കെട്ട് നിർമ്മിച്ച് അതിൽ സംഭരിക്കുന്ന മുഴുവൻ ജലവും, ജലത്തിൻ്റെ കാര്യത്തിൽ തർക്കമില്ല, മുഴുവൻ ജലവും തമിഴ്നാടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അന്നത്തെ മദ്രാസി ഗവൺമെൻറ്റിന് അവരുടെ ഭൂപ്രദേശത്തേക്കാണെന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആ കരാറും അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും 1947 കാലഹരണപ്പെട്ടതാണ്. പിന്നെ 70 യാതൊരു തത്വദേശയും ഇല്ലാതെ പുതുക്കി കൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് മലയാളി അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ബാധ്യതയാണ്. ഇതിന്റെ ഫസ്റ്റ് പ്ലേസ് ഇപ്പൊ 8000 ഏക്കർ ഭൂമി തുച്ഛമായ വിലയ്ക്ക് നമ്മൾ തന്നെ ഡാം നിർമ്മിച്ച് അണക്കെട്ട് നിർമ്മിക്കുന്നു, വെള്ളം മുഴുവൻ കൊടുക്കുന്നു. ഇതിന് പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യം കൂടി ഉണ്ടാവില്ലേ? അണക്കെട്ട് നിർമ്മിച്ചത് നമ്മളല്ല, അവർ തമിഴ്നാടാണ്. തമിഴ്നാടുമല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. പക്ഷെ അത് ഈ ബാധ്യതയായി കേരളത്തിന് നിൽക്കുമ്പോഴും അത് തമിഴ്നാടിന് ഒരു അസറ്റ് ആവുന്ന രീതിയിൽ കൊടുക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള 44 നദികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സംഭാവനയൊന്നുമല്ല. അത് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഈ ഭൂപ്രകൃതിക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത്. അതിലേറ്റവും നീളം കൂടി 235 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കേരളത്തിൻ്റെ പ്രധാന നദിയാണ് പെരിയാർ. ഈ പെരിയാർ നദി അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെ, ശരിക്കും ഇടുക്കി നല്ലത് ഉത്ഭവിക്കുന്നത് കൊല്ലം ജില്ല എന്നാണ്. കൊല്ലം ജില്ലയുടെ ശിവഗിരി കുന്നെന്ന് പറയുന്ന ഒരു ഏറ്റവും ഉയർന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് ഇതിങ്ങനെ വനത്തിലൂടെ ഒഴുകി വന്ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച് എറണാകുളത്ത് ഇവിടെ വന്ന് കായലിൽ പോകുന്ന നമ്മുടെ ആലുവാപ്പുഴയായിട്ട് ഒഴുകി വന്നു. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അണക്കെട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയും അങ്ങനെ ഒരു ഗവേഷണവും നടക്കുന്ന കാലഘട്ടത്തിൽ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം മുതൽ ഏതാണ്ട് ആലുവ വരെയുള്ള പ്രദേശം വനമാണ്. അവിടെ ഒന്നും ജനവാസമൊന്നുമില്ല. അപ്പോൾ വനത്തിലൂടെ ഒഴുകിയിരുന്ന ഒരു നദി, ജലസമൃദ്ധമായി എന്നും ഒഴുകിയിരിക്കുന്ന ഒരു നദി, അപ്പുറത്ത് ഈ സഹ്യപർവ്വതത്തിൻ്റെ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൻ്റെ അങ്ങേ ചെരുവിൽ വരൾച്ചയാണ്. നേരെ മറിച്ച് ഈ മലയുടെ ഇങ്ങേ ചെരുവിൽ ഒരു നദി ഉണ്ട്, പച്ചപ്പുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ ഒരു മലയ്ക്കപ്പുറത്തുള്ള ആ വരൾച്ച പരിഹരിക്കാൻ ഈ നദിയെ എങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോകാമെന്ന ഗവേഷണമാണ്. അത് തുടങ്ങുന്നത് ശരിക്കും നമ്മളൊക്കെ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഈ ഗവേഷണമൊക്കെ ആരംഭിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് തിരുവിതാംകൂർ അറിയുന്നത്. 1805 ഇതിൻ്റെ ഗവേഷണം ആരംഭിക്കുന്നത്. 1886 കരാറുണ്ടാകുന്നത്. അപ്പോൾ ഏതാണ്ട് 81 വർഷക്കാലം അവിടെ പലതും നടന്നു. ഇതിനിടയിൽ ചിന്നമൂഴിയാർ എന്ന് പറഞ്ഞ് വനത്തിനകത്ത് ചിന്നമൂഴിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട് ഒരു മണ്ണുകൊണ്ടുള്ള ഒരു തടയണയൊക്കെ ഉണ്ടാക്കി, തമിഴ്നാടെന്ന് പറയുന്നത് ഇപ്പം സാങ്കേതികമായിട്ട് അന്ന് മദ്രാശി തടയണയൊക്കെ ഉണ്ടാക്കി അവർക്ക് ആവശ്യമുള്ള വെള്ളം അതുവഴി തിരിച്ചുവിടാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ അടുത്ത കാലത്ത് ഈ ഡിസ്പ്യൂട്ടൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് വനംവകുപ്പ് അത് തകർത്ത് കളയുന്നത്. അത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന അവശിഷ്ടമൊക്കെ. പക്ഷെ അന്നത് സാങ്കേതികമായി നടന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. തൊഴിലാളികളുടെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് നടന്നില്ല. എന്നാൽ പോലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിനുള്ളിൽ അധിനിവേശിച്ച്, എന്ന് വെച്ചാൽ ഈ നാട്ടുരാജ്യം ഈ ഭരണകൂടം അറിയാതെ ഇവിടെ കയറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി അവസാനം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരാറാണ്, 100% അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരാറാണ് ഈ ദുരന്തത്തിന്റെ മൂലകാരണം. അതെ. അപ്പൊ ഈ 81 വർഷങ്ങൾ നടത്തിയ ഒരു കോൺസ്പിറസി തന്നെ പറയാം. ആ കോൺസ്പിറസിയിലേക്ക് തിരുവിതാംകൂർ എങ്ങനെയാണ് വന്ന് പെട്ടുപോകുന്നത്? അല്ല, അന്ന് ഈ ബ്രിട്ടീഷ് ഭരണമുണ്ടല്ലോ, നാട്ടുരാജാക്കന്മാരുടെ അധികാരത്തിനും നാട്ടുരാജാക്കന്മാരുടെ തീരുമാനങ്ങൾക്കും ഒക്കെ ഒരു പരിധി ഉണ്ടായിരുന്ന കാലഘട്ടമാണ്.
ഈ ഞാൻ പറയുന്ന ആദ്യം 1805 മുതലുള്ള കാലഘട്ടത്തിൽ നടക്കുന്നുവെന്ന് തിരുവിതാംകൂറിനോട് ചോദിച്ചിട്ടല്ല പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ അതിർത്തി, മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്തുള്ള അതിർത്തി എന്ന് പറയുന്നത് കുമളി കൊണ്ട് തീരും. ആ ഒരു ബോർഡറാണ്. ആ ഒരു വെസ്റ്റേൺ ഘാട്ടിലെ നീർമറി രേഖയെ ബേസ് ചെയ്തിട്ടാണ് അവിടെ അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ നീർമറി രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, മഴ പെയ്യുമ്പോൾ കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നത് ഒരു ഭൂപ്രദേശം, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന വേറെ, അതിൻ്റെ ആ കറക്റ്റ് എൻഡിനാണ് നീർമറി രേഖ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 95 കിലോമീറ്റർ ബൗണ്ടറി ഉണ്ട് നമ്മുടെ ഈ വെസ്റ്റേൺ ഘാട്ടിൽ, കേരളവും തമിഴ്നാടുമായിട്ടുള്ള. മുൻപ് ഈ തിരുവിതാംകൂറിന്റെ അതിർത്തി അവിടെ ആയിരുന്നില്ല, ഇന്നത്തെ കമ്പത്തിനും അപ്പുറത്ത്. അതായത് കുമളിയിൽ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ അപ്പുറം ഉത്തമപാളയം എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഉത്തമപാളയം വരെയായിരുന്നു തിരുവിതാംകൂറിന്റെ അതിർത്തി. അപ്പൊ അത്രയും അതിർത്തിക്കുള്ളിലേക്ക് കടന്നിട്ടാണ് ഇവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും ഡാം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതും ഒക്കെ ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ്. അവസാനം ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടന്നതിന് ശേഷം തിരുവിതാംകൂറുമായിട്ട് നെഗോസിയേഷൻ ആരംഭിക്കുന്നു. അത് നീണ്ടു പോകുന്നതിനിടയ്ക്ക് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് ഏകപക്ഷീയമായ ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുക, അതിന് ചില തെളിവുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏകപക്ഷീയമായ ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. അതിനകത്തൊക്കെ അന്നത്തെ ഭരണാധികാരികൾക്കുള്ള ഒരു ലിമിറ്റേഷനോ എന്തൊക്കെയോ ഉണ്ട്. അത് നമ്മൾ ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കുറെ കാര്യങ്ങളാണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ മദ്രാസും തിരുവിതാംകൂറും തമ്മിൽ അറിഞ്ഞ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ. അത് പറയുമ്പോഴേ അല്ല, ഞാൻ അത് ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് തീർത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് ഈ 1860കളിലാണ് ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ചൊരു പ്രാരംഭ ചർച്ചയെങ്കിലും ആ ലെവലിലേക്ക് വരുന്നത് തിരുവിതാംകൂറുമായിട്ട്. തിരുവിതാംകൂറിന് താല്പര്യമൊന്നുമില്ലല്ലോ അവിടെ അണക്കെട്ടുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യക്കാർ, ഗുണഭോക്താക്കൾ എന്ന നിലയിൽ മദ്രാസി ഗവൺമെൻറ്റിൻ്റെ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടൊരു ചർച്ചയൊക്കെ തുടങ്ങുന്നത് തന്നെ ഒരു 60 കാലഘട്ടം 1860 ശേഷമാണ്. അപ്പോൾ അന്ന് എനിക്കൊന്നു ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. ആയില്യം തിരുനാൾ തിരുവിതാംകൂർ ഭരിക്കുന്ന കാലത്താണ്. അതെങ്ങും എത്താതെ 1880 ആയില്യം തിരുനാൾ മരണപ്പെടുന്നു. അതിനുശേഷം വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൻ്റെ രാജാവാകുകയാണ്. ഇതിനിടയിൽ ഈ ദിവാൻ ഭരണം ഉണ്ടല്ലോ, ദിവാനാണല്ലോ അന്നത്തെ ഗവർണർ. അപ്പോൾ ദിവാൻ പുതുതായി ഈ 1880 തന്നെ പുതിയൊരു ദിവാനെ നിയമിക്കുകയാണ് തിരുവിതാംകൂർ. ഈ ദിവാനെ നിയമിക്കുന്നതിൻ്റെ പരമാധികാരം രാജാക്കന്മാർക്കായിരുന്നിരിക്കാം, പക്ഷെ അതിൻ്റെ പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണേൽ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന ചില സാഹചര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ 1880 വിശാഖം തിരുനാൾ രാജാവാകുന്ന വർഷം തന്നെ വെമ്പകൻ രാമയ്യങ്കാർ എന്ന് പറയുന്ന ആളാണ് ദിവാനായി വരുന്നത്. ഈ വെമ്പകൻ രാമയ്യങ്കാരുടെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ മുല്ലപ്പെരിയാർ കോൺസ്പിറൻസി ഉണ്ടായോ എന്ന ചോദ്യത്തിന്റെ അതിലേക്കൊന്ന് വിരൽ ചൂണ്ടുവാണ്. ഉണ്ടായി എന്ന് പറയാൻ ആധികാരികമായി എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ നമുക്കിതിന്റെ ഈ രേഖകൾ പരിശോധിച്ചിട്ട് ആ കാര്യത്തിൽ ഒരു അന്വേഷണാത്മകത ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ അന്വേഷിക്കാൻ തയ്യാറായാൽ കണ്ടെത്താവുന്ന ചില ദുരൂഹതകളുണ്ട്. സംശയിക്കാം, സ്വാഭാവികമായി 100% സംശയം 100% ഉണ്ട്. അത് ഈ വെമ്പകൻ രാമയ്യങ്കാരെ ചുറ്റിപ്പറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനു മുൻപ് ഒരു 70-75 വർഷക്കാലത്തെ ഇൻവെസ്റ്റിഗേഷനും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതെങ്ങും എത്താതെ അതിൻ്റെ ചർച്ചകൾ എങ്ങും എത്താതെ വരുന്ന സമയത്ത് ഒരാളെ നിയമിക്കുമ്പോൾ, ഒരു പുതിയതായിട്ടൊരു ദിവാനെ നിയമിക്കുമ്പോൾ, ആ ദിവാൻ ഒരു ദൂതനാണെങ്കിലോ ഒരു ചാരനാണെങ്കിലോ, അങ്ങനെ ചാരനോ ദൂതനോ ആയി സംശയിക്കപ്പെടാവുന്ന ആളാണ് വെമ്പകൻ രാമയ്യങ്കാർ. അദ്ദേഹം ഇവിടെ തിരുവിതാംകൂറിൽ ഒരുപാട് ഭരണപരിഷ്കാരമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളൊക്കെ വലിയ കൊട്ടിഘോഷിച്ച് വെച്ചിട്ടുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇദ്ദേഹം ആരായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. എൻ്റെ ഒരു മാധ്യമ പ്രവർത്തന പശ്ചാത്തലത്തിൽ നിന്നിട്ട് ഞാൻ ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വെമ്പകൻ രാമയ്യങ്കാർ മദ്രാസിലെ ഒരു ബ്രിട്ടീഷ് ആശ്രിത കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ ജനിച്ച് ബ്രിട്ടീഷുകാരുമായിട്ട് വളരെ അടുപ്പം എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ ബ്രിട്ടീഷുകാർക്ക് പ്രത്യേക സൽക്കാരങ്ങളും മദ്യസൽക്കാരവും സംഗീത വിരുന്നും ഒക്കെ അത്രയ്ക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ജനിച്ച രാമയ്യങ്കാർ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിടനെ അദ്ദേഹത്തിന് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി പടിപടിയായി സർവീസിൽ പ്രൊമോഷനുകൾ ലഭിച്ച് ജില്ലാ കളക്ടറായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടും ഒടുവിൽ
മദ്രാസ് ചീഫ് സെക്രട്ടറിയുടെ ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. അങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റഡ് അംഗമായി 5 വർഷം പ്രവർത്തിച്ചു. അത്രയും ജനിച്ച നാടിനോടും കൂറും പ്രതിപത്തിയും ഉള്ള ഒരാളിനെ ആ നാടിനാവശ്യമായ ഒരു എഗ്രിമെന്റ് നടത്തേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചെടുക്കേണ്ട ഒരു നാട്ടിലേക്ക് ദിവാനായി വരികയാണ്. ഇത്രയും വലിയൊരു വിഷയം, ഇത്രയും പാരമ്പര്യം ആ നാടുമായി ബന്ധം. അയാളുടെ രക്തത്തിൽ പോലും മദ്രാസേ ഉള്ളൂ. അയാളുടെ ജീവന്റെ തുടിപ്പിൽ ഓരോ കോശത്തിലും മദ്രാസിനോട് കടപ്പാടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ മദ്രാസിനോടും ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും കടപ്പാടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ദിവാനായി വരികയാണ്. അപ്പം അയാളുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ഊഹിച്ചെടുക്കാം. കാരണം തർക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ എങ്ങും എത്താതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പല ഉപാധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നുണ്ട്. ഇതൊന്നും ഫലപ്രാപ്തിയിലെത്താതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹം വളരെ നല്ല പിള്ള ചമയുന്ന കുറെ നല്ല ഭരണപരിഷ്കാരങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. പ്രീതി സമ്പാദിച്ചെടുക്കണമല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ പല തന്ത്രങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് കുറെ നല്ല ഭരണപരിഷ്കാരങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കി 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ രാജാവ് മരണപ്പെടുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും എല്ലാ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളിലും ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു വിദഗ്ധനുമല്ല, പിന്നെ അതിനെ ഞാൻ ഖണ്ഡിക്കുന്നുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതിനകത്തുണ്ട്. 1885 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് 14 മാസം കഴിഞ്ഞാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് 86 ഒക്ടോബർ 29-ാം തീയതി. അപ്പൊ എങ്ങനെയാണ് ഈ ഹൃദയരക്തത്തിന്റെ റോൾ അവിടെ ഉണ്ടാകുക എന്നുള്ളത് ഒരു സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഓഗസ്റ്റ് മാസം 4-ാം തീയതി 85 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വിശാഖം തിരുനാൾ മരണപ്പെടുന്നു. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം 11-ാം തീയതി 1885 ഓഗസ്റ്റ് 11-ാം തീയതി ബെമ്പകൻ രാമയ്യങ്കാർ എന്ന് പറയുന്ന ഈ ദിവാൻ മുല്ലപ്പെരിയാർ കരാർ സംബന്ധിച്ച് തിരുവിതാംകൂറും ബ്രിട്ടീഷ് മദ്രാസി ഗവൺമെന്റും തമ്മിൽ ഉണ്ടാക്കേണ്ട കരാർ സംബന്ധിച്ച കരട് തയ്യാറാക്കി അയക്കുന്നു. അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു രാജാവ് മരിച്ചിട്ട് 16 അടിയന്തരം പോലും കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗിക ദുഃഖാചരണം തീർച്ചയായും ഉണ്ടാവുമല്ലോ. ഇന്ന് ജനാധിപത്യ സംവിധാനത്തിൽ പോലും ഒരാഴ്ചത്തെ ഔദ്യോഗിക ദുഃഖാചരണം. അപ്പോൾ രാജഭരണകാലത്ത് അതിൽ കൂടുതലുണ്ടാകില്ലേ. അപ്പൊ അതുപോലും ഇല്ലാതെ അടുത്തത് ആയില്യം തിരുനാളാണ്. പിന്നീട് വരുന്ന ആയില്യം തിരുനാളാണ്. അപ്പോൾ ആ രാജാവിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ ചിലപ്പോൾ അന്നോ അല്ല പിറ്റേ ദിവസമോ ഒക്കെ പട്ടാഭിഷേകം നടന്നു. ഞാൻ അതേ സംബന്ധിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയിരുന്നു. പക്ഷെ എനിക്കത് ക്ലാരിറ്റി വരുത്താൻ പറ്റിയില്ല. എന്തായാലും ഞാനത് അന്വേഷിച്ചെടുക്കും. ആ ദിവസങ്ങളിൽ എന്താണ് ഈ ഒരു മരണാനന്തര ചടങ്ങ് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ രാമഗംഗാർ പണി പറ്റിച്ചു. അദ്ദേഹം കരാറിൻ്റെ ഒരു കരട് തയ്യാറാക്കി മദ്രാസിയിലേക്ക് അയച്ചു. ഇതൊന്നും ഞാൻ പറയുന്ന കഥയല്ല കേട്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആധികാരികമായ ഡോക്യുമെൻ്റ് ഉണ്ട്. ഇത് തയ്യാറാക്കിയത് തമിഴ്നാടാണ്, കേരളത്തിൻ്റെ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കൃത്യമായി ആ സാധനം പറയുന്നുണ്ട്. ഇതുണ്ടോ, ഇതൊന്ന് ഫോക്കസ് ചെയ്യാൻ ചെയ്തു. ഇതാണ് 11/8/1885 ദിവാൻ തയ്യാറാക്കി മദ്രാസിനയച്ച അതിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്. ഈ ഡ്രാഫ്റ്റിനെ വെച്ചിട്ടാണ് പിന്നീട് എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. ഇതിന് തൊട്ട് മുമ്പ് അവസാനിച്ച ചർച്ചയിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി പാട്ടം കൊടുക്കുന്ന 8000 ഏക്കറിന് പകരം തമിഴ്നാടിന്റെ ഭൂമിയിൽ നിന്ന് കേരളത്തിന് ഭൂമി അനുവദിക്കാനായിരുന്നു അവസാന ചർച്ച. തിരുവിതാംകൂർ ആവശ്യപ്പെട്ടതും അതായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് അനുവദിച്ചില്ല. അങ്ങനെ നിൽക്കുക, അതായത് ചർച്ച പൂർത്തിയായിട്ടില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം. അങ്ങനെ നിൽക്കുന്നിടത്തു നിന്നാണ് രാജാവിന്റെ മരണവും അതിനുശേഷം ഈ 7 ദിവസത്തിനകം ദിവാൻ ഈ കരാറിന്റെ കരടുണ്ടാക്കുന്നത്. ഇങ്ങനെ കരടുണ്ടാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇതനുസരിച്ച് പിന്നീട് 12 മാസത്തിന് ശേഷം 14 മാസത്തിന് ശേഷം 1886 ഒക്ടോബർ മാസം 29-ാം തീയതി കരാർ ഒപ്പുവെക്കുന്നു. ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നതും ഇതേ ദിവാനാണ്. തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ചിരിക്കുന്ന ഈ ദിവാനാണ്. മദ്രാസുകാരനായ ദിവാൻ തിരുവിതാംകൂറിൽ വരുന്നു. അയാൾ 5 വർഷം കൊണ്ട് ഈ കരാർ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ സാധൂകരിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തി അയാളുടെ യുക്തിക്കനുസരിച്ച് അത് തയ്യാറാക്കുന്നു. അയാൾ തയ്യാറാക്കുന്നതിന് കാലഘട്ടത്തിനിടയ്ക്ക് ഒരു രാജാവ് മരണപ്പെടുന്നു.
അത് കഴിഞ്ഞിട്ട് അടുത്ത രാജാവ് വരുന്നു. അടുത്ത രാജാവിനെ എങ്ങനെ കൺവിൻസ് ചെയ്യിച്ചെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും രാജാവിന് വേണ്ടി അല്ലെ തിരുവിതാംകൂറിന് വേണ്ടി ഇതേ ദിവാൻ ഈ കരാറിൽ ഒപ്പിട്ടിട്ട് 2 മാസം കഴിഞ്ഞ് ദിവാൻ പദവി രാജിവെച്ച് മടങ്ങിപ്പോകുന്നു. ഏത് ഒക്ടോബറിൽ കരാർ ഒപ്പുവെക്കുന്നു, നവംബറിലോ ഡിസംബറിലോ മറ്റോ ദിവാൻ പദവി രാജിവെച്ചു. മതി, അയാളുടെ ദൗത്യം പൂർത്തിയായി. ഒരു കാര്യം ചെയ്യാൻ വരുന്നു, അതിനുശേഷം അവിടെയാണ് നമ്മൾ സംശയത്തോടെ ഈ വിഷയത്തെ കാണേണ്ടി വരുന്നത്. അവിടെയാണ് ഇത്രയും ഒരു ദുരൂഹത അതിനകത്ത് കടന്നുകൂടിയെടുത്ത് ഇതിനകത്ത് തിരുവിതാംകൂറിന് എന്ത് പങ്കുണ്ട്, തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് എന്ത് പങ്കുണ്ട്, ഇന്ന് ഇതിന്റെ ഈ ദുരന്തം അനുഭവിക്കുന്ന മലയാളികൾക്ക് എന്ത് പഴച്ചു. രാജാവിന്റെ മരണം പോലും സംശയാസ്പദമാണ്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിലെ ഇപ്പൊ ഇതിനകത്ത് തന്നെ പറയാ, ഈ അണക്കെട്ട് പണിയുന്ന കാലഘട്ടത്തിലെ ഒന്നും എല്ലാ വിവരങ്ങളും ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. ഈ അണക്കെട്ടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പല ഘട്ടങ്ങളിൽ അതിന്റെ മുഴുവൻ നിർമ്മിതിയും തകർന്നു പോയിട്ടുണ്ട്. അതിന്റെ പോലും കൃത്യമായ ഡോക്യുമെന്റ്സ് ഇല്ല. അന്നത്തെ സംവിധാനങ്ങളുടെ പോരായ്മയാണിത്. ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതിനുള്ള പരിമിതികളാണ്. ഇന്നത്തെ പോലുള്ള യാതൊരു ഒന്നുമില്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ റോഡ്, യാത്രാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ടെക്നോളജി, വാർത്താവിനിമയ ഉപാധികൾ, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു യുക്തിയിൽ നിന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് നടന്ന ഒരു കുറേയേറെ ഗൂഢാലോചനകളും അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ ഒരു മരാമത്ത് പണികളും ഒക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ എന്തായിരുന്നു, ഏതായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ആർക്കറിയാം. അതെ, അപ്പൊ ഈ സുർക്കി മിശ്രിതം വെച്ചുണ്ടാക്കിയ അണക്കെട്ട് ഒരിക്കലും ഒലിച്ചു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ ഘട്ടം, അതായത് 1886 കരാറ് ഒപ്പിട്ടതിന് ശേഷം നിർമ്മാണം തുടങ്ങുന്നു. പക്ഷെ 1886 കരാർ ഒപ്പുവെക്കുന്നതിലും 1882 ഇത് പെന്നിക്കുക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ്. കുറേ എഞ്ചിനീയർമാർ ഇതിനു മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ അണക്കെട്ടിന്റെ ഫീസിബിലിറ്റി പഠനമൊക്കെ നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയിട്ട് അവസാനം സെലക്ട് ചെയ്തത് ഈ ജോൺ പെന്നിക്കുക്ക് എന്ന് പറയുന്ന കേണൽ ജോൺ പെന്നിക്കുക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ പ്രപ്പോസലാണ്. അദ്ദേഹത്തെ നിയമിക്കുന്ന 1882 അതായത് 86 കരാറ്. അവിടെയാണ് നമ്മൾ ഇതെല്ലാം ചിന്തിക്കേണ്ടത്. ഈ ദിവാൻ ഇവിടെ നടന്ന് ഇതിന്റെ പിന്നാലെ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഹൃദയരക്തത്തിന്റെ കഥ വന്നതിനകത്ത് വേറൊരു കാര്യം അല്ല, അത് ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ രാജാവിന്റെ പിന്നാലെ നടന്ന് പലതരത്തിൽ ഭീഷണിപ്പെടുത്തി കാണും. ഇനി ആ കാലഘട്ടത്തിലാണല്ലോ പെന്നിക്കുക്കിനെ ഇവിടെ നിയമിക്കുന്നത്. പെന്നിക്കുക്കിനെ ഓൾറെഡി നിയമിച്ചു. എന്തടിസ്ഥാനത്തില്? ഇപ്പൊ നമ്മൾ രണ്ടുപേര് തമ്മിൽ ഒരു ലാൻഡ് പാട്ടത്തിന്, കൃഷിക്കോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ലാൻഡ് ലീസിന് എടുക്കാന്ന് വെച്ചു. ലീസ് അഗ്രിമെന്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ ആ പ്രോപ്പർട്ടി കയറിയിട്ട് നിർമ്മാണം തുടങ്ങിയാൽ അല്ലെങ്കിൽ കൃഷി തുടങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ അതിക്രമിച്ച് കിടക്കുക എന്നല്ലേ പറയണ്ടേ? അപ്പൊ ആ അതിക്രമിച്ച് കടക്കൽ ഇവിടെ നടന്നിട്ടുണ്ട്. 1882 തന്നെ പെന്നിക്കുക്കിനെ നിയമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കരാർ, വീണ്ടും 3-4 വർഷം കഴിഞ്ഞിട്ടാണ് കരാർ എങ്ങനെയായാലും ഉണ്ടായത്. അങ്ങനെ നിർമ്മിച്ചു വന്ന അണക്കെട്ട്, 86 ശേഷം നിർമ്മിച്ച അണക്കെട്ട് സാങ്കേതികമായി ഒട്ടനവധി പ്രതിസന്ധികൾ, അതൊക്കെ ഈ ഡോക്യുമെന്റിനകത്തുണ്ട്. ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്ത്, കാരണം പകർച്ചവ്യാധികൾ കാരണം തൊഴിലാളികൾ മരണപ്പെടുന്നു, ഒക്കെ ദുരന്തങ്ങളുണ്ട്. ഫ്ലഡ്, അപ്രതീക്ഷിതമായ ജലപ്രവാഹം. ഇത് ഉത്ഭവസ്ഥാനത്ത് നിന്ന് 40-45 കിലോമീറ്റർ അല്ല 40 കിലോമീറ്ററോളം താഴ്വരയിലായി അണക്കെട്ട് നിർമ്മിക്കുന്നത്. 2 നദികൾ സംഗമിക്കുന്നിടത്താണ്, മുല്ലയാറും പെരിയാർ. അതാണ് മുല്ലപ്പെരിയാർ എന്ന പേരിന്റെ തന്നെ അടിസ്ഥാനം. അങ്ങനെ നിർമ്മിക്കുന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായ ഫ്ലഡ് വന്നിട്ട് പലതവണ വെള്ളം ഈ നിർമ്മിതികൾ ഒഴുകിപ്പോയിട്ടുണ്ട്. നമ്മളൊന്നും പറഞ്ഞാൽ കേട്ടാ വിശ്വസിക്കൽ, വെറും കെട്ടുകഥ പോലെ തോന്നുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ബ്രിട്ടീഷ് എഞ്ചിനീയറായ മാക്കൻസിയുടെ ഈ നിർമ്മാണ കാലഘട്ടത്തിൽ, അതായത് 1805 മുതലൊക്കെയുള്ള കഥ ഞാൻ വീട്ടിൽ നിന്ന് പറയുന്നെങ്കിൽ അതിനൊരു രേഖയുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.